നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സ്വർഗത്തിന് അവകാശിയായ ഒരാൾ ഇപ്പോൾ വരും. ഉടനെ ഒരു സ്വഹാബി ഇങ്ങനെ കടന്നു വരികയാണ്. 3 ദിവസം ഇതേ സംഭവം ആവർത്തിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന സ്വഹാബിക്ക് ഒരു സംശയം, എന്തായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ വലിയ അമലുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ ഒന്നും പറയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അമലുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് സ്വഹാബി വര്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി താമസിക്കാൻ പോവാണ്. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എല്ലാവരെയും പോലെ ഭക്ഷണം കഴിക്കുന്നു, ദിക്റുകളൊക്കെ ചൊല്ലുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ആകുന്നു. പ്രത്യേകിച്ചൊരു അമലൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിഥിയായതിൻ്റെ 3-ാം ദിവസം അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗാവകാശിയാണ്, നിങ്ങളിൽ വല്ല അമലും ഉണ്ടോ നോക്കാൻ വന്നതാണ്, പക്ഷെ ഒന്നും കണ്ടില്ല. എന്തായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന അമല്? അദ്ദേഹം കുറേ ആലോചിച്ച ശേഷം പറയാണ്, ഞാൻ നിങ്ങളെയൊക്കെ പോലെ തന്നെയാണ് ആരാധനകളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ അതായിരിക്കാം കാരണം കേട്ടോ. എന്താണ് ആ കാര്യം? അദ്ദേഹം പറയാണ്, ഞാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പുണ്ടാവാറില്ല. വളരെ ശുദ്ധഹൃദയനായിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോവാറ്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് തന്നെയാണ് കേട്ടോ കാരണം. ഈ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ആരാധനകളിലൂടെയല്ല, ഹൃദയവിശുദ്ധിയോടുകൂടെ ജീവിച്ചാലാണ്. ആരാധനകൾ വേണം, പക്ഷെ ഹൃദയവിശുദ്ധി വളരെ പ്രധാനമാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠം.